അപ്പോൾ അങ്ങോട്ടാണ് ഇനി മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുപോകാനുള്ള. ആ ഭാഗത്തേക്കും ഇങ്ങോട്ട് ചോറോട് ഭാഗത്തേക്ക് ഇങ്ങോട്ടുണ്ട്. ഇതാണ് മടപ്പള്ളി വന്നിട്ടുള്ള അണ്ടർപാസ്. മടപ്പള്ളി ഭാഗത്ത് വന്നിട്ടുള്ള അണ്ടർപാസ് ആണിത്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കണ്ണൂക്കര ഭാഗത്താണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് വടകര ഭാഗത്തേക്കാണ് പോകുന്നത്. എവിടേക്കാണ് ഇനി വർക്കുകൾ ഉള്ളത്, എത്രത്തോളം വർക്കുകൾ ഉണ്ട്, എല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പൊ ഇതാണ് കണ്ണൂക്കര ഭാഗത്തുള്ള അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തുള്ള ഒരു കാഴ്ച. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇവിടെ വരെ ചെയ്തിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്കുള്ള, വടകര ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുന്ന ഭാഗത്തേക്കുള്ള വർക്കുകളാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് കാണാം വിക്സൺ സ്ലാബിന്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള മണ്ണ് നീക്കിയ ഭാഗത്തൊക്കെ സ്ലാബ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വർക്കുകളൊക്കെയാണ് ഇവിടെ കാണാം. ഇവിടെ കുറെ സ്ലാബുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ വർക്കുകൾ ചെയ്യാനുണ്ട്. വലിയ രീതിയിൽ വർക്കുകൾ ചെയ്യാത്ത ഭാഗങ്ങളാണ് കാണുന്നത്. വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ലാബുകളൊക്കെ കൂട്ടിയ ഒരു ഭാഗമാണ് ഈ ഭാഗം. അല്ലാതെ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഡ്രൈനേജിന്റെ വർക്കുകൾ, ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. പഴയ റോഡാണ് കാണുന്നത്. അതിന്റെ ഭാഗത്ത് മണ്ണ് കൂട്ടി കിടക്കുന്ന ഒരു ഭാഗം. അപ്പൊ സർവീസ് റോഡ് മാത്രമാണ് ഇവിടെ ശരിപ്പെടുത്തിയിട്ടുള്ളത്. കാണാം, നമുക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ വടകര ഭാഗം വരെ ഇനി ഒരുപാട് ഭാഗത്തൊക്കെ വർക്കുകൾ പല ഭാഗത്ത് ചെയ്യാനുണ്ട്. നാദാപുരം റോഡ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇനി ചോറോഡ് ഭാഗത്ത് അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് വർക്കുകൾ ഇനി ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെയാണ് പോകാനുള്ളത്. അപ്പൊ നമുക്ക് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എത്രത്തോളം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നോക്കാം. അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന ഒരു ഭാഗത്ത് കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഭാഗം കണ്ടു. ഇവിടെ ഒന്നും വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇനി ഇവിടുന്ന് മരങ്ങളൊക്കെ വെട്ടിമാറ്റി അവിടെ നിന്നുള്ള സർവീസ് റോഡിന്റെ വർക്കുകളിന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള വർക്ക് പോലും ചെയ്തിട്ടില്ല. കുറച്ചിപ്പുറത്തേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ വലിയ കോൺക്രീറ്റ് വാള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുടക്കങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നേരത്തെ നമ്മളൊരു വീഡിയോയിൽ ചെയ്ത പോലുള്ള ആ ഭാഗത്തെ കണ്ണൂക്കര കഴിഞ്ഞ് കുറച്ചും കൂടെ മുക്കാളി ഭാഗത്ത് കണ്ടത്. അവിടെയും ഇതുപോലെ വലിയ കോൺക്രീറ്റ് വാളാണ് വന്നിട്ടുള്ളത് സർവീസ് റോഡിന്റെ ഭാഗത്ത്. ഇവിടെ നേരത്തെ ഇങ്ങനെ സോയിൽ നീലിംഗ് ചെയ്ത ഭാഗത്താണ്. ആ ഭാഗത്തൊക്കെ സോയിൽ നീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് താൽക്കാലിക ഒരു രീതിയിലേക്ക് ആയി മാറിയിട്ടുണ്ട്. അത് പൊട്ടി വീണിട്ട് എല്ലായിടത്തും ഇവിടെ കണ്ടില്ല, ഇങ്ങനത്തെ ചുവടി മണ്ണാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഉറപ്പില്ലാത്തത് പോലെയാണ് തോന്നുന്നത്. അതൊക്കെ പൊട്ടി വീണതിന് ശേഷം വീണ്ടും ഇവരിപ്പോ പുതുതായിട്ട് തുടങ്ങിയ ഒരു രീതിയിലുള്ള വർക്കാണ് കോൺക്രീറ്റ് വാള്. അതിന്റെ വർക്കാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. അപ്പൊ ഈ സൈഡിൽ ഇനി കാടുകളൊക്കെ വെട്ടി ഈ ഭാഗത്തൊക്കെ ഇനി വർക്ക് തുടങ്ങാനുണ്ട്. അപ്പൊ ഇനി മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എവിടെയാണ് എന്തൊക്കെയാണ് വർക്കുകൾ ചെയ്യണം. ഇതിന്റെ തൊട്ട് മുൻവശത്തും അതുപോലെ കോൺക്രീറ്റ് വാളിന് വേണ്ടി മണ്ണെടുത്ത് അവിടെ കോൺക്രീറ്റ് വാളിന്റെ ഒരു തുടക്കം ചെയ്തിട്ടുണ്ട്. ആ വണ്ടി നിൽക്കുന്ന ഭാഗത്ത് ഇവിടെയാണ് കോൺക്രീറ്റ് വാള് നടക്കുന്നത്. അതിന്റെ വർക്ക് നടക്കുന്നത് കാണാം. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മണ്ണെടുത്ത ഭാഗങ്ങൾ കാണാം. സോയിൽ നീലിംഗ് ചെയ്ത ഭാഗങ്ങൾ പൊട്ടി വീണതൊക്കെ ആ ഭാഗത്താണ്, കണ്ടില്ലേ? ആ ഭാഗത്തു നിന്നാണ് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം വലിയ ഷീറ്റൊക്കെ വെച്ച് കമ്പിയൊക്കെ കെട്ടി ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. അത് കോൺക്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണിത്. അതിൻ്റെ മെഷീനൊക്കെ വന്നിട്ടുണ്ട്. ഇനി മിക്സർ മെഷീൻ വന്ന് കോൺക്രീറ്റ് കൊണ്ടുവരുമായിരിക്കാം. അപ്പോൾ അതൊക്കെ അവിടെ വണ്ടിയൊക്കെ റെഡിയാണ്. അപ്പൊ ഇനി മുന്നോട്ട് പോയി നോക്കാം. ആ ഭാഗത്ത് എന്തോ അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് തോന്നുന്നു. അണ്ടർപാസിന്റെ ആ ഭാഗത്ത് പോയി നോക്കാം. അപ്പൊ അവിടുന്ന് കണ്ടത് അണ്ടർപാസ് ഇതാണ് മടപ്പള്ളി വന്നിട്ടുള്ള അണ്ടർപാസ്. മടപ്പള്ളി ഭാഗത്ത് വന്നിട്ടുള്ള അണ്ടർപാസ് ആണിത്. വളരെ ചെറിയൊരു അണ്ടർപാസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗത്ത് ഇങ്ങനെ കട്ട വെച്ചുള്ള വർക്കൊന്നുമല്ല, കോൺക്രീറ്റ് ചെയ്ത വാളാനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈഡിലുള്ള ഭാഗത്ത് കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കിടക്കുന്നത് കാണാം. ഇവിടെ ഇനി കുറേ ഭാഗത്ത് വർക്കുകൾ ചെയ്യാനുണ്ട്. താൽക്കാലികമായിട്ട് പഴയ റോഡിന്റെ ഭാഗത്ത് പഴയ ക്രഷ് ബാരിയറുകളൊക്കെ വെച്ചിങ്ങനെ തടസ്സങ്ങൾ വെച്ചാൽ കാണാം. സർവീസ് റോഡിന്റെ ഭാഗങ്ങൾ ഒന്നും വർക്കുകൾ ചെയ്തിട്ടില്ല. കാണാം, ദാ അങ്ങനെ കിടക്കുകയാണ്. ആ ഭാഗങ്ങളൊക്കെ ചളിയും മണ്ണൊക്കെ ആയി കിടക്കുകയാണ്. അപ്പൊ മുകളിൽ ഇനി കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമ്പിയൊക്കെ കെട്ടി ഒരുക്കുന്നുള്ളൂ ആ ഭാഗത്ത്. അപ്പൊ ഈ സൈഡിലേക്ക് വരുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഇവിടെയാണ് സർവീസ് റോഡിന്റെ ഭാഗങ്ങൾ ഒരുക്കാനുള്ളത്. ഇവിടെ ഒരു ഡ്രൈനേജ് ഒക്കെ വരുന്നുണ്ട്. ഡ്രൈനേജിന്റെ ഭാഗത്തൊക്കെ ഇനിയും കോൺക്രീറ്റ് വാളൊക്കെ കെട്ടി ഒരുക്കാനുണ്ട്. ഇതിങ്ങനെ ഈ റോഡിന്റെ സെന്ററിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് അങ്ങോട്ട്. അപ്പൊ ഇവിടെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നൊക്കെ എടുത്തു മാറ്റിയ മണ്ണാണ്.
പഴയ റോഡിന്റെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ വളരെ കൂടുതൽ വർക്കുകൾ ഇനിയും ഈ ഭാഗത്തൊക്കെ ചെയ്യാനുണ്ട്, മടപ്പള്ളി ഭാഗത്ത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ ഇനി എന്തൊക്കെയാണെന്ന്. അപ്പൊ ഇതാണ് അണ്ടർപാസിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോഴുള്ള കാഴ്ച. ഇവിടെ വലിയൊരു കോൺക്രീറ്റ് വാള് പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗത്ത് പകുതി ആയിട്ടുണ്ട്, ഇനി അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഭാഗം വരെ കോൺക്രീറ്റിന്റെ ഒരു ഭാഗം വർക്ക് കഴിച്ചിട്ടുണ്ട്. സർവീസ് റോഡിന്റെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പൊ നമ്മള് നാദാപുരം റോഡ് ഭാഗത്ത് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള അണ്ടർപാസ് ആണ് ഈ കാണുന്നത്. അണ്ടർപാസിന്റെ വർക്ക് നേരത്തെ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ മണ്ണ് ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മണ്ണ് ഫില്ലിങ് കഴിഞ്ഞ് ഇവിടെ സ്ലാബിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇതിന് മുകളിൽ ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള കമ്പി വരെ പൊങ്ങി കിടക്കുന്ന കമ്പി വരെ ആയിട്ടുണ്ട്. അത്രയും ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിലും അതുപോലെ തന്നെയാണ്. ഇവിടെ മുകളിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയർ വെക്കാനാണ്. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള അണ്ടർപാസ്. അണ്ടർപാസിന്റെ ഉൾവശം അങ്ങനെയാണ്. ഇനി കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വർക്ക്, കോൺക്രീറ്റ് അല്ല ടാറിങ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പൊ മണ്ണ് ഫില്ലിങ് ആയിരുന്നു ഇവിടെ വലിയ ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത്. കുറെ നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ഫിക്സൻ സ്ലാബിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി മുകളിൽ ഈ ലാസ്റ്റ് ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കാണ് വരാനുള്ളത്. അതിന്റെ ശേഷം ഇതിന്റെ മുകളിൽ ക്രാഷ് ബാരിയർ വെക്കുന്ന വർക്കുകൾ, അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെയാണ് വരാനുള്ളത്. സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ നമുക്കിനി മുൻവശത്ത് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന് ആ ഭാഗത്തൊക്കെ. അപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കൈനാട്ടി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കൈനാട്ടി ഭാഗത്തെ ഫ്ലൈ ഓവർ വരുന്ന അണ്ടർപാസ് പോലുള്ള ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, അതിന്റെ ഭാഗത്ത് എത്താറായിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുന്നിൽ വരുന്ന ഭാഗത്ത് മണ്ണ് ഫില്ലിംഗ് ആണ് ഈ കാണുന്നത്. മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലാബുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. അതിന്റെ വർക്കുകളൊക്കെയാണ്. ഇതാ ഒരു ഭാഗത്ത് സ്ലാബിന്റെ വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് പഴയ റോഡിന്റെ ഭാഗം തന്നെ ഇവിടെയൊക്കെ കാണുന്നത്. അവിടെ സർവീസ് റോഡിന്റെ ഭാഗങ്ങൾ പുതുതായിട്ട് മണ്ണിട്ട് ഉയർത്തി ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈനാട്ടി ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ചെറിയ ഫ്ലൈ ഓവർ, അങ്ങനെ വേണം പറയാം. അണ്ടർപാസും ഫ്ലൈ ഓവറും വേണമെങ്കിൽ പറയാം. അത് രണ്ട് രീതിയിലും അങ്ങനെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്യാവശ്യം വലുതാണ്. അതെ, ഇതാണ് ഇവിടെയൊക്കെ ഇപ്പൊ കാണുന്നത്. മണ്ണ് കുറെ മൺകൂനകളായി കിടക്കുക, കുറെ സ്ലാബുകൾ കിടക്കുക. അപ്പൊ ഇതൊക്കെ ഇനി ഒന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. ഇവിടെ വലിയ വാള് വരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. ഈ സൈഡിലും അതുപോലെ വാളിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗത്ത് പോയി നോക്കാം മുൻവശത്ത്. അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഫ്ലൈ ഓവറിന്റെ ഭാഗത്ത്. ഈ ഭാഗത്തേക്ക് വരുന്ന ഈ ഭാഗത്ത് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. മണ്ണ് ഫില്ലിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. സ്ലാബിന്റെ വർക്കുകൾ, ഫൗണ്ടേഷന്റെ വർക്ക് കഴിഞ്ഞ ഫസ്റ്റ് സ്ലാബ് മാത്രം വെച്ചിട്ടുള്ളൂ. ഉയർത്തി കൊണ്ടുവരുന്ന വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. വളരെ നാളായി ഇങ്ങനെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഞാൻ പറഞ്ഞ അണ്ടർപാസ് ആണോ ഫ്ലൈ ഓവർ ആണോ നിങ്ങൾ തീരുമാനിക്കാന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. കാരണം ഇതാണ് ഇതിന്റെ മുൻവശത്ത്. അവിടെയാണ് നേരത്തെ നമ്മൾ കണ്ടത്. ആ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ മണ്ണ് ഉയർത്തി കൊണ്ടുവരുന്ന വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഉൾവശത്ത് ഇനിയും കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനും തോന്നുന്നു. അതിന്റെ കമ്പിയൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് ആ ഭാഗത്ത്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇതാ ഇവിടെ അതുപോലുള്ള കമ്പികളൊക്കെ എടുത്ത്. അപ്പോൾ ഇതിന്റെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ സ്ലാബുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ചോറോഡ് ശാഖ ബാങ്കൊക്കെ ഉണ്ട് കൈനാട്ടി ഭാഗത്ത്. അപ്പോൾ അങ്ങോട്ടാണ് ഇനി മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുപോകാനുള്ള. ആ ഭാഗത്തേക്കും ഇങ്ങോട്ട് ചോറോട് ഭാഗത്തേക്കും ഇങ്ങോട്ടുണ്ട് മണ്ണ് ഫില്ലിംഗ് ഒക്കെ ചെയ്യാനുള്ള വർക്കുകളൊക്കെ തുടങ്ങാനുള്ളത്. കുറേ വർക്കുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്നത് ആ സമയത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു. എന്താ അറിയില്ല, വാഗാട് പൊതുവെ വളരെ സ്ലോ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി എത്ര വൈകുമെന്ന് അറിയില്ല. അപ്പോൾ മഴയൊക്കെ വരുമ്പോഴേക്കും ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ ആയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അത് കൂടുതൽ സെറ്റിംഗ് ആവാനും
പെട്ടെന്ന് ആളുകൾക്ക് ഒന്ന് നല്ല രീതിയിൽ യാത്ര ചെയ്യാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഭാഗത്തൊക്കെ യാത്ര ചെയ്യാൻ. ഇപ്പം തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് കൈനാട്ടി ഭാഗത്ത് വന്നിട്ടുള്ള ഈ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇനി ചോറോട് ഭാഗത്ത് പോയിട്ട് അവസാനിപ്പിക്കാം. കൈനാട്ടി ഫ്ലൈ ഓവർ കഴിഞ്ഞ് വരുന്ന ഭാഗത്തുനിന്ന് ഉള്ള കാഴ്ച ഇങ്ങനെയാണ് കാണാം. ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് ഭാഗം പഴയ റോഡിൻ്റെ ഭാഗം ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിയ ഭാഗം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു സൈഡിലൊക്കെ കാണാം നമുക്ക് ഇനിയും മണ്ണിട്ട് ഉയർത്താനുണ്ട്. ഈ സൈഡിലൊക്കെ വർക്കുകൾ ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കണേ, ഒരുപാട് വർക്കുകൾ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് മുൻവശത്താണ് ഇവിടെ വരുന്ന ഒരു അണ്ടർ പാസ് ഉണ്ട്. അത് കഴിഞ്ഞാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്നത്. അവിടെയാണ് ROBന്റെ വർക്കൊക്കെ ചെയ്യാനുള്ളത്. ആ ഭാഗത്തേക്കാണ് ഇനി പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ആ അണ്ടർ പാസ് വരുന്ന ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇവിടെയൊക്കെ നിന്നൊക്കെ വേസ്റ്റ് മണ്ണുകളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയതാണ്. ഇനി ഇവിടെ ഒന്നും വർക്കുകൾ ചെയ്തിട്ടില്ല. അവിടെ വരുന്ന അണ്ടർ പാസിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അണ്ടർ പാസിന്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിന്റെ ഹൈറ്റിലേക്ക് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരേണ്ട ഒരു ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി അവിടെ നമ്മൾ കൈനാട്ടി കണ്ട ഫ്ലൈ ഓവറിന്റെ ആ ഹൈറ്റിലേക്ക് ഉയർത്തി കൊണ്ടുവരാണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരേണ്ട ഒരു ഭാഗം കൂടെയാണ്. അപ്പോൾ ഒന്നും ഇവിടെ കാര്യമായിട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ സർവീസ് റോഡിന്റെ വർക്കും തുടങ്ങിയിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ചോറോട് അണ്ടർപാസിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഒരു 1.5 മാസം മുമ്പ് വന്ന പോലെ തന്നെയാണ്, ഇതുപോലെ കിടക്കുകയാണ്. അണ്ടർപാസ് ഇങ്ങനെ തന്നെ ആയിരുന്നു. 2 സ്റ്റെപ്പായിട്ട് വർക്കൊക്കെ ചെയ്ത് ഞാൻ ആ താഴെ വശത്തൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അണ്ടർപാസിന്റെ ഹൈറ്റിലേക്കാണ് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ളത്. ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, ഇത്രയും ഹൈറ്റിലേക്ക് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുണ്ട് ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്തിട്ടില്ല. ആ ഭാഗത്ത് സർവീസ് റോഡിന്റെ ഭാഗം പോലും തുടങ്ങിയിട്ടില്ല. ഇവിടെയും സർവീസ് റോഡിന്റെ വർക്ക് തുടങ്ങിയിട്ടില്ല. വാഹനങ്ങൾ ഒരേ സൈഡിലൂടെ ഒരു വീതി കുറഞ്ഞ ഒരു ഭാഗത്തൂടെ, പഴയ റോഡിന്റെ ഭാഗത്തൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഇതാണ് ഇവിടെയുള്ള അണ്ടർപാസ്. അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ ഞാൻ നിങ്ങൾക്ക്. അപ്പൊ അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.